ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ നാണം കെട്ട പരാജയമാണ് ടീം ഇന്ത്യ ഏറ്റുവാങ്ങിയത്. പരമ്പരയിലെ ആദ്യ കളി ടൈ ആയപ്പോൾ അവസാന 2 മത്സരങ്ങളിൽ ജയം നേടി ശ്രീലങ്ക പരമ്പര സ്വന്തമാക്കുകയായിരുന്നു. നീണ്ട 27 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യക്കെതിരെ ശ്രീലങ്ക നേടുന്ന ആദ്യ ഏകദിന പരമ്പര വിജയം കൂടിയായിരുന്നു ഇത്. ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നതിന് ശേഷം ടീം കളിക്കുന്ന ആദ്യ ഏകദിന പരമ്പര കൂടിയായിരുന്നു ഇത് എന്ന പ്രത്യേകതയുണ്ട്. താരതമ്യേന ദുർബലമായ ശ്രീലങ്കയ്ക്കെതിരെ ഒന്ന് പൊരുതി നോക്കുക പോലും ചെയ്യാതെ ഇന്ത്യ വീണത് ഗംഭീറിനും വലിയ തിരിച്ചടിയാണ്. ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യക്ക് മുന്നിലുള്ള ആദ്യ പ്രധാന ദൗത്യം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയാണ്. ഇതിനു മുൻപ് വളരെ കുറച്ച് ഏകദിനങ്ങൾ കൂടിയാണ് ഇന്ത്യക്ക് ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിൽ ഇനി ഏകദിന ടീമിൽ പരീക്ഷണത്തിന് അദ്ദേഹം തയ്യാറായേക്കില്ല. ശ്രീലങ്കയ്ക്കെതിരെ ഫ്ലോപ്പായ ചില കളിക്കാരെ അടുത്ത പരമ്പരയിൽ തന്നെ ടീമിൽ നിന്ന് മാറ്റാനും സാധ്യതയുണ്ട്. ശ്രീലങ്കയിൽ ഫ്ലോപ്പായ കളിക്കാരിൽ ഏകദിന ടീമിൽ നിന്ന് പുറത്താകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 3 പേരെ നോക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ ടീമിന് വെളിയിലായിരുന്നു ശ്രേയസ് അയ്യർ. ഗൗതം ഗംഭീർ പരിശീലകനായി എത്തിയതോടെയാണ് ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയത്. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ 3 കളികളിലും ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ശ്രേയസിന് ഇടം ലഭിച്ചു. ആദ്യ കളിയിൽ 23 റൺസിന് പുറത്തായ താരത്തിന് അടുത്ത 2 കളികളിൽ 2 അക്കം പോലും കടക്കാനായില്ല. ശ്രീലങ്കയ്ക്കെതിരെ 3 ഏകദിനങ്ങളിൽ നിന്ന് ആകെ 38 റൺസ് മാത്രം നേടാനേ ശ്രേയസിന് കഴിഞ്ഞുള്ളൂ. ഇത്തരത്തിൽ ഫ്ലോപ്പായ ശ്രേയസിന് ഇന്ത്യയുടെ അടുത്ത പരമ്പരയിൽ ടീമിലെ സ്ഥാനം നഷ്ടമാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യയുടെ പേസ് നിരയിലെ പ്രധാനിയായിരുന്നു മുഹമ്മദ് സിറാജ്. ജസ്പ്രീത് ബുംറ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യയുടെ പേസ് നിരയെ മുന്നിൽ നിന്ന് നയിക്കേണ്ട താരമായിരുന്നു സിറാജ്. പക്ഷേ വൻ ഫ്ലോപ്പായി. 3 കളികളിൽ നിന്ന് 3 വിക്കറ്റുകൾ മാത്രമാണ് താരത്തിന് നേടാനായത്. പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലുമെല്ലാം താരം ദയനീയമായി. ജസ്പ്രീത് ബുംറയും പരിക്കുമാറി മുഹമ്മദ് ഷമിയും അടുത്ത ഏകദിന പരമ്പരയിൽ ടീമിലേക്ക് തിരിച്ചെത്തിയേക്കുമെന്നതിനാൽ സിറാജിന് ടീമിൽ നിന്ന് സ്ഥാനം നഷ്ടമാകാനാണ് സാധ്യത. ശിവം ദുബെയെ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തിയത് പരമ്പരയ്ക്ക് മുൻപ് തന്നെ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഹർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ പേസ് ബൗളിംഗ് ഓൾറൗണ്ടർ വേണമെന്നതിനാലായിരുന്നു താരത്തെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ വലിയ പ്രതീക്ഷകളോടെ ടീമിലെത്തിയ ദുബെ പരമ്പരയിൽ വൻ ഫ്ലോപ്പായി മാറി. 3 കളികളിലും ഇന്ത്യക്കായി ഇറങ്ങിയ താരത്തിന് ആകെ 34 റൺസും 1 വിക്കറ്റും മാത്രമാണ് നേടാനായത്. അടുത്ത പരമ്പരയിൽ ഹർദിക് പാണ്ഡ്യ തിരിച്ചെത്തിയേക്കുമെന്നതിനാൽ ദുബെയ്ക്ക് ടീമിലെ സ്ഥാനം നഷ്ടമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ സത്യത്തിൽ അപ്രതീക്ഷിത തോൽവിയാണ് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത്. ജയിക്കാമായിരുന്ന ആദ്യ ഏകദിനത്തിൽ ടൈയിലേക്ക് വീണ ഇന്ത്യ രണ്ടാമത്തെയും മൂന്നാമത്തെയും മത്സരങ്ങളിൽ കനത്ത പരാജയം നേരിടുകയായിരുന്നു.